അൻവർ തന്റെ പര്യടനത്തിനിടയിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ താൻ ശശിക്ക് അയച്ച കത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരള ഭരണത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയാണ്, രാഷ്ട്രീയ കണ്ണിയാണ്. ശശിക്കെതിരെ ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു. തന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ശശിക്ക് ADGP കത്ത് കൊടുത്താൽ ശശിക്ക് കിട്ടും, ശശി അത് ചവറ്റുകൊട്ടയിലിടും, അതിലുമേത് എനിക്കിടാലോ എന്നാണ്. അപ്പോ മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ പോലും ഏതാണ്ട് അങ്ങനെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയുള്ളത്. മുഖ്യമന്ത്രി ശശിക്ക് കൊടുക്കും. അപ്പോ ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൗരവതരമാണ്. ഓരോന്നായിട്ട് നമ്മൾ എടുത്താൽ, ഞാൻ ഓരോന്നായിട്ട് പറയുന്നു. അതിൽ RSS ബന്ധം പറയുന്നുണ്ട്, കള്ളക്കടത്തുകാരുടെ പങ്കുപറ്റുന്നു എന്ന് പറയുന്നുണ്ട് ശശി. പല കേസുകളിലും അവിടെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന, അല്ലെങ്കിൽ സെക്രട്ടറിയെ കാണാൻ വരുന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു എന്നുണ്ട്. എനിക്കറിയില്ല, ശശിയുടെ പഴയ കഥകളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇത് പറയുന്നത്. ഇനി അത് ശരിയാണോ എന്നറിയില്ല. അങ്ങനെ ആരോപണം നമ്മൾ അറിയാതെ ഉന്നയിക്കാൻ പാടില്ല. പക്ഷേ അൻവർ ഉന്നയിച്ച ആരോപണമാണ് ഞാൻ പറഞ്ഞത്. അതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഇന്ന് പുറത്തുവിട്ട കത്തിലുണ്ട്. ഈ കത്ത് കിട്ടിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹമാണല്ലോ ഇദ്ദേഹത്തിന്റെ പിതാവിനെ പോലെയാണെന്ന് അൻവർ പറഞ്ഞു, എന്തെങ്കിലും ചെയ്തില്ല. ഇത് മതി, ഇന്നൊന്നും ഇന്നലെ വിട്ട കത്തല്ല. അൻവർ പുറത്തു പോകുന്നതിന് ശേഷം വിട്ട കത്തല്ല, ഇതിനു മുമ്പ് അൻവർ വിട്ട കത്താണ്. അൻവർ തന്നെ പറഞ്ഞ്, ഞാൻ സർക്കാരിന് എഴുതിയിട്ടുള്ള എഴുത്തുകൾ വേണമെങ്കിൽ നമുക്കൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാം. അത്രയധികം ഉണ്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത കത്തുകൾ, ADGPക്ക് കൊടുത്ത കത്തുകൾ. പ്രസിദ്ധീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്ന് കൊടുത്തിട്ടുള്ള കത്തുകൾ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ, അതിലൊരു ചോദ്യവും അദ്ദേഹം ചോദിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം സംശയത്തിന് നേടില്ല. ഇത്രയും കണ്ടാൽ ചുരുങ്ങിയത് ചോദിക്കുമല്ലോ, എടോ ശശി, താൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ പരാതി ഉണ്ടല്ലോ, അതൊന്നുമില്ല സഖാവേ, അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഓ ശരി എന്ന് പറയുന്ന ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്, പി ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പി ശശി പാർട്ടി നിയോഗിച്ച ആളാണെന്ന്. പക്ഷെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് ഒരക്ഷരം ശശിക്ക് വേണ്ടി മിണ്ടിയില്ല മുഖ്യമന്ത്രി പറയുന്നത് വരെ എന്ന് ഓർക്കുക. മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ഗോവിന്ദ മാഷക്കും ഓ ശശി, അപ്പോഴും ഗോവിന്ദ മാഷ് ഉറപ്പിച്ച് ശശി കൊട്ടയക്കാരനല്ല എന്ന് പറയുന്നില്ല, ഒരിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മുഖ്യമന്ത്രിയാണ് പറഞ്ഞ് ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികൾ. ഇത്രയും ആരോപണം വന്നിട്ടും ഒരാൾക്കെതിരെ ഒരു ചോദ്യം പോലും ചോദിക്കാതെയോ ഒരു അന്വേഷിക്കാതെയോ ഇരിക്കുന്നുവെങ്കിൽ ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് അടിയന്തരമായി അന്വേഷിക്കണം. കാരണം ഏറ്റവും പവർഫുള്ളായ സ്ഥാനത്തിരിക്കുന്ന ആളാണ് പി ശശി എന്നതുകൊണ്ട് അദ്ദേഹം ഇനി അധികം കാലം അങ്ങനെ ആ സ്ഥാനത്ത് ഇരുന്നുകൂടാ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. PV അൻവർ തൻ്റെ സമ്മേളന പരമ്പരകൾ തുടരുകയാണ്. ആദ്യം നിലമ്പൂർ നടത്തി, കോഴിക്കോടായി, ഇനി മറ്റിടങ്ങളിലേക്ക് താൻ വ്യാപിപ്പിക്കും, കേരളം മുഴുവൻ താൻ മൈക്ക് വെച്ച് പ്രസംഗിക്കും എന്നാണ് അൻവർ പറയുന്നത്. അൻവറിനെ കേൾക്കാൻ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. അവരൊക്കെ അൻവറിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അൻവർ പറയുന്നത് കേൾക്കാൻ ഒരുപക്ഷെ അൻവറെ പിന്തുണയ്ക്കുന്നവരുണ്ടാവാം, CPMകാരുണ്ടാവാം, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവാം, അൻവർ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാവാം, അൻവറിനെ എതിർക്കുന്നവരും ഉണ്ടാവാം. എന്തായാലും അൻവറിനെ കേൾക്കാൻ ആളുണ്ട് എന്നത് ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രധാന കാരണം അൻവർ പറയുന്നതിൽ കുറെ ശരിയുണ്ട് എന്ന് CPMകാർ പോലും സമ്മതിക്കുന്നു. അതാണ് കാര്യം. അൻവർ ഉന്നയിച്ച ADGPയെ സംബന്ധിച്ചായാലും BJPയും RSSുമായുള്ള ബാന്ധവം സംബന്ധിച്ചായാലും പി ശശിയെ സംബന്ധിച്ചായാലും അതിൽ കുറെ സത്യങ്ങളുണ്ട് എന്ന് ഇവിടെ സാധാരണക്കാർ മനസ്സിലാക്കും. രണ്ടാമതായി, അതിനെപ്പറ്റി നടക്കുന്ന അന്വേഷണം ഒരു നിലയ്ക്കും സത്യം കണ്ടെത്താൻ ഉതകുന്നതല്ല എന്ന അൻവറിന്റെ വാദം ഏതാണ്ട് എല്ലാവരും സമ്മതിക്കുന്നു. കാരണം ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണം ഇതുവരെ എവിടെ എത്തിയില്ല, തുടങ്ങിയിട്ട് പോലുമില്ല. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് അധികം ചർച്ചയൊന്നും ആവശ്യമില്ല. അൻവർ പറഞ്ഞ വളരെ ലളിതമായൊരു കാര്യം, അദ്ദേഹം ഒരു ഭൂമി വാങ്ങുന്നു, 30 ലക്ഷം രൂപയ്ക്ക് ഒരു ഭൂമി വാങ്ങുന്നു, 10 ദിവസത്തിനകം 60 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. വിൽക്കുന്നതിലും വാങ്ങുന്നതിലും ഒന്നും തെറ്റില്ല. പക്ഷേ ഇത് മുഴുവൻ റെഡി ക്യാഷ് ആണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആധാരത്തിൽ രേഖപ്പെടുത്തണം, പണമായിട്ടാണോ നിങ്ങൾ ഇതായിട്ടാണോ. 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപ എങ്ങനെയാണ് ADGP ക്യാഷായി കൊടുത്ത് സ്ഥലം വാങ്ങുന്നത്? ഇതിൽ തന്നെ ഒരു വലിയ നിയമലംഘനമുണ്ട്. അത് കഴിഞ്ഞാൽ 30 ലക്ഷം കൊടുത്ത് 60 ലക്ഷം വിൽക്കുന്നു. അപ്പൊ കിട്ടുന്ന 30 ലക്ഷം യഥാർത്ഥത്തിൽ
ടാക്സബിൾ ആയ ഇൻകമാണ് യഥാർത്ഥം. കാരണം ഇത് ചെക്ക് വഴിയെ വാങ്ങാൻ പാടും, ബാങ്ക് വഴിയെ വാങ്ങാൻ പാടും. ഇതൊന്നും ബാങ്ക് വഴിയല്ല നടത്തിയിട്ടുള്ളത്. അതെങ്ങനെ നടത്തി കൊടുത്തു രജിസ്ട്രാർ എന്ന ചോദ്യം വേറെ ഉണ്ട് കേട്ടോ. രജിസ്ട്രാർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാമോ, സബ് രജിസ്ട്രാർ ചെയ്തു കൊടുക്കാമോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ രേഖ വളരെ കൃത്യമായും ADGPയെ പോലെ കേരളത്തിന്റെ ക്രമസമാധാന നില പാലിക്കാൻ ഉത്തരവാദപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ ചെയ്തതാണ് എന്ന് അൻവർ പറയുന്നു. ആ രേഖ സത്യമാണെങ്കിൽ ADGPക്കെതിരെ നടപടിയെടുക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട ADGP നടപടി. പക്ഷെ മുഖ്യമന്ത്രി ADGPയെ കൈവിടുന്നില്ല. മാത്രമല്ല, നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതുപോലെ RSSുമായുള്ള ADGPയുടെ ബന്ധം മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഒരു വിഷയമേ ആകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അൻവറിന് ജനപ്രീതി കൂടും. കാരണം അൻവർ ഉന്നയിക്കുന്നപ്പോൾ മാമയുടെ വിഷയമാണെങ്കിലും താനൂരിലെ വിഷയമാണെങ്കിലും തൃശ്ശൂർ പൂരം കലക്കലാണെങ്കിലും ഒരു മറുപടി വേണ്ടേ? അൻവർ ആരോ ആവട്ടെ, അൻവർ കൊള്ളക്കാരനോ കള്ളക്കടത്തുകാരനോ ആരോ ആവട്ടെ, നിയമലംഘകനോ ഒക്കെ ആവട്ടെ. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ വർഷങ്ങളായി ഹൈക്കോടതി വിധിച്ചിട്ട് പൊളിക്കാതിരുന്ന തടയണ പൊളിക്കാൻ ഇപ്പൊ പഞ്ചായത്ത് മുൻകൈ എടുത്തിരിക്കുന്നു എന്ന വിചിത്രമായ സംഗതിയാണ്. ഈ പഞ്ചായത്തിനോട് ഇത് പൊളിക്കാൻ ആവശ്യപ്പെട്ട് ഞാൻ അവിടെ പോയി പ്രകടനം നടത്തിയിട്ടുള്ള, സമരം നടത്തിയിട്ടുള്ള, അന്ന് പഞ്ചായത്ത് കേട്ടതായേ ഭാവിച്ചില്ല. ഇപ്പോൾ പൊളിക്കോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതോ അത് ബാർഗെയിനിങ് ആണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ മാത്രം 3 കൊല്ലം മുമ്പ് നിയമവിരുദ്ധമെന്ന് വിധിച്ച ഒരു സംഗതി ഇപ്പോൾ പൊളിക്കാൻ പഞ്ചായത്ത് തീരുമാനിക്കുന്നു. കാരണം പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പൊ സ്വാഭാവികമായും കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അൻവർ ചെയ്യുന്നത് ശരിയാണെന്നേ വരുള്ളൂ. ഇതുവരെ അൻവറെ സംരക്ഷിച്ചിരുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരാവുമ്പോൾ ഉടനെ തന്നെ അൻവറിനെതിരെ എടുത്തു ചാടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അൻവറിന് എന്തുകൊണ്ട് ജനപ്രീതി കൂടുന്നു എന്നതിന് ഒരു കാരണം CPM തന്നെയാണ്. CPM അൻവറിന് കൊടുക്കുന്ന മറുപടികൾ പാർട്ടിയെ തകർക്കാനാണ്. പണ്ടങ്ങനെയാണ്, ആര് പോയാലും പാർട്ടിയെ തകർക്കാനാണ്, അതുകൊണ്ട് പാർട്ടി ഒന്നിച്ചു നിൽക്കണം എന്നൊരു വാദമുണ്ട്. അന്നൊക്കെ പാർട്ടിയിലെ ആളുകൾ അങ്ങനെ ഒന്നിച്ചു നിന്നിരുന്നു. കാരണം പാർട്ടി കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ട് എന്നവർ കരുതിയിരുന്നു. ഇപ്പോൾ പാർട്ടി കൊണ്ട് ജനങ്ങൾക്ക് ഗുണമില്ല, നേതാക്കൾക്ക് മാത്രമേ ഗുണമുള്ളൂ എന്ന് ജനങ്ങൾ ഏതാണ്ട് തിരിച്ചറിയുന്നുണ്ട്. തങ്ങൾക്ക് ഗുണമില്ലെങ്കിൽ അതിന്റെ കൂടെ നിൽക്കണ്ട എന്നാണ് അണികളെയും CPM പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് പ്രശ്നം. അടിമുടി അഴിമതിയിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ആ അർത്ഥത്തിൽ അൻവർ ശരിയാണ് എന്ന് ഒരു സംശയമെങ്കിലും സാധാരണ പാർട്ടി സഖാക്കളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്, സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ കൃത്യമായി ഇപ്പൊ മാമി തിരോധാന കേസ് എത്ര മാസമായി നിൽക്കുന്നു? 2023 നടന്ന സംഭവം. അത് അന്വേഷിക്കണമെന്ന് എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു? ഇപ്പോൾ അൻവർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഉടനെ മാമി കേസ് അന്വേഷിക്കാൻ ഒരു സംഘം, അൻവർ പറയുമ്പോൾ താനൂർ കേസ് അന്വേഷിക്കാൻ ഒരു സംഘം, അന്വേഷിക്കുമെന്ന് അറിയില്ല. അൻവർ പറയുമ്പോൾ ഈ ADGPയുടെ കേസ് അന്വേഷിക്കാൻ ഒരു സംഘം. ADGP കൊള്ളരുതായിക മുഴുവൻ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള ഓഫീസിലിരുന്നല്ല. അദ്ദേഹത്തിന് വഴുതക്കാടുള്ള ഓഫീസിലിരുന്ന് ഇത്ര കൃത്യമായി ഈ തെമ്മാടിത്തരം മുഴുവൻ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, പണ്ടൊരു ശിവശങ്കരനുണ്ടായി. ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ മുറിയിലിരുന്നാണ് ഈ ചെവി മുഴുവൻ കടിച്ചത്. ശിവശങ്കരൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ഇപ്പം ആർക്കും പറയേണ്ട കാര്യമില്ല. അപ്പോ മുഖ്യമന്ത്രി അൻവർ പറയുന്നത് പോലെ ഒരു പൊട്ടനാണോ? അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ലേ? അതോ അദ്ദേഹം തന്നെ ഇതിൽ പ്രതിയാണോ? അദ്ദേഹം തീരുമാനിച്ചനുസരിച്ചാണോ നടക്കുന്നത്? ഈ ചോദ്യങ്ങളാണ് മുമ്പിലുള്ളത്. ഇത് തീരുന്നത് വരെ അൻവറിന് ജനപിന്തുണ കൂടിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.